അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ട് കാലത്ത് നടന്ന ഒരു സംഭവം. രണ്ട് സമകാലികരായ രണ്ട് ആബിദീങ്ങൾ. ഇബാദത്തിൽ അവർ തുല്യരായിരുന്നു. ഒരേപോലെ ഇബാദത്ത്, ഒരേപോലെ നിസ്കാരം, മറ്റു ആരാധന കർമ്മങ്ങൾ എല്ലാം അവർ തുല്യരായിരുന്നു. രണ്ടുപേരും വഫാത്തായി. വഫാത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും സ്വർഗം നൽകി. പക്ഷേ ഒരാൾക്ക് ഉയർന്ന സ്വർഗവും മറ്റാൾക്ക് താഴ്ന്ന സ്വർഗവും. ഈ താഴ്ന്ന സ്വർഗം കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്തുകൊണ്ട് എനിക്ക് താഴ്ന്ന സ്വർഗവും എൻ്റെ സുഹൃത്തിന് ഉയർന്ന സ്വർഗവും ലഭിച്ചു? ഞങ്ങൾ രണ്ടുപേരും ഇബാദത്തിൽ തുല്യരായിരുന്നല്ലോ. എൻ്റെ മറ്റേ സുഹൃത്ത് ഉയർന്ന ഇബാദത്തുകളൊന്നും ചെയ്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ തുല്യമായ ഇബാദത്തുകളാണ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് താഴ്ന്ന സ്വർഗവും എൻ്റെ സുഹൃത്തിന് ഉന്നതമായ സ്വർഗീയ സുഖങ്ങളും നീ നൽകി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുന്നൊരു മറുപടിയുണ്ട്. നിന്റെ സുഹൃത്ത് ഇബാദത്തുകൾക്കൊപ്പം തന്നെ ഉന്നതമായ സ്വർഗം ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ നിന്റെ പ്രാർത്ഥനകൾ മുഴുവനും നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നിനക്ക് താഴ്ന്ന സ്വർഗവും നിന്റെ സുഹൃത്തിന് ഉയർന്ന സ്വർഗവും ലഭിച്ചു. പ്രിയരെ, ചോദിക്കുക അള്ളാഹുവിനോട്. ആ ചോദ്യം ഏറ്റവും ഉയർന്നു തന്നെയാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിദ് ദഅവാന അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും.